വിജിൻ നമ്മുടെ ജനപ്രതിനിധികളുണ്ടായിരുന്നു. ഞാൻ ജിതിനിലേക്ക് അധികം പോകുന്നില്ല. വിജിനെ നിങ്ങളുണ്ടായിരുന്നു, പക്ഷേ നിങ്ങളെ കണ്ടില്ല. ഈ തീരുമാനം നിങ്ങൾ അറിയാതെയായിരുന്നു. അല്ല, തീർച്ചയായും മാധ്യമങ്ങൾക്കറിയാം. നമ്മൾ MLA തുടക്കം മുതൽ ഇവിടെയുണ്ട്. നേരത്തെ ലിൻഡോയും സച്ചിനും ഇവിടെ ഉണ്ടായിരുന്നു. അവർ നാട്ടിലേക്ക് തിരിച്ചപ്പോൾ ഞാനും രാജഗോപാൽ MLA ഇവിടേക്ക് വന്നു. 2 മന്ത്രിമാർ കേരളത്തിന് ഇവിടെ തന്നെ 2 ദിവസം താമസിച്ച് 2 മന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മളെപ്പോലും ഒരു ചർച്ച ചെയ്യാതെ ഈ സൈറ്റിലുണ്ടായിരുന്ന നമ്മൾ പോലും അറിയാതെയാണ് ഇവിടുത്തെ MLAയും ജില്ലാ കളക്ടറും ഈ ഒരു തീരുമാനത്തിൻ്റെ പ്രഖ്യാപനം ഉണ്ടാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞത് 4 ദിവസത്തേക്ക് നിർത്തുന്നു. തൃച്ചിയിൽ നിന്ന് ടെക്നീഷ്യൻസിനെയും ഉപകരണങ്ങളെയും കൊണ്ടുവരാൻ നിർത്തുന്നു എന്നുള്ളത്. എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 13 ദിവസമാണ്. ഈ 13 ദിവസത്തിനിടയിൽ ഈ സംവിധാനത്തെ കാരണം പാൻറ്റൂൺ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്ത് ഇന്ന് രാവിലെ ഉൾപ്പെടെ മാതൃഭൂമി ചാനൽ ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്ത് പാൻറ്റൂൺ ഉൾപ്പെടെ എത്തിയിട്ടില്ല. പറയുന്നതല്ലാതെ കാര്യങ്ങളുമൊന്നും എത്തിയിട്ടില്ല. ഇത്രയും ഘട്ടത്തിലൊന്നും ഈ ഒരു രീതിയിലേക്കുള്ളൊരു പ്രതിഷേധത്തിലേക്കോ പ്രതികരണത്തിലേക്കോ ഇത് നമ്മുടെ എല്ലാം ആവശ്യമാണ്. അല്ല, മീറ്റിംഗിൽ ഇപ്പോൾ നമ്മളോട് പങ്കെടുക്കാമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്. തീർച്ചയായും ആ മീറ്റിംഗിൽ പങ്കെടുത്ത് നമ്മൾ 2 മണിക്കാണ് നമ്മൾ കണ്ടത്. 2:30 കൂടിയാണ്. അത് കഴിഞ്ഞ് 1 മണിക്കൂറിനുള്ളിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സ്വാഭാവികമായും നമ്മളോട് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിനുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇനീഷ്യേറ്റീവ് നമ്മളൊന്നും കുറച്ച് കാണുന്നില്ല. പക്ഷേ നമ്മൾ കേരളത്തിന് വേണ്ടി പ്രതിനിധീകരിച്ചുള്ള ചുമതലപ്പെടുത്തിയ പ്രകാരമുള്ള 2 MLA-മാരാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാവിലെ ഒരു മോണിറ്ററിംഗ് മീറ്റിംഗ് ഒക്കെ നടത്തി അത് നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതിനെ. കാലാവസ്ഥാ പ്രവചനം വളരെ മോശമായിരിക്കും, മഴയുണ്ടാവും. ആ സാഹചര്യത്തിൽ ഇത് കൊണ്ടുവന്നാലും ഇറക്കാനാവുമോ എന്നുള്ള ആശങ്കയുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറയും. പക്ഷേ ആ ആശങ്ക പറയുന്നത് ഒരു കാരണമായിട്ട് ഇപ്പോൾ കണ്ടതില്ല. കാരണം അതിനേക്കാൾ പ്രതികൂലമായ സാഹചര്യത്തിൽ ഇവിടെ ഈ തെരച്ചിൽ നടന്നിരുന്നല്ലോ. മറ്റൊന്ന്, ഇനി പുതിയ മെഷീനറി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് വെച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ അന്നേരം നമുക്ക് ബോധ്യപ്പെടുമല്ലോ, ജനങ്ങൾക്കും മീഡിയാസിനും എല്ലാവർക്കും ബോധ്യപ്പെടുമല്ലോ. പക്ഷെ അതിന് പോലും തയ്യാറല്ല. മറിച്ച് ഇതിനി അവസാനിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഇന്ന് രാവിലെ ഉൾപ്പെടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തയച്ച് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് ഊർജിതമാക്കണം എന്നുള്ളതാണ്. ഒരു CM to CM എന്ന വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് കുറച്ചുകൂടി തീർച്ചയായും അത് നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ ആ ഒരു കേരളം അതിൽ ഫലപ്രദമായി തന്നെ നോക്കണം. ഇവിടെ 2 മന്ത്രിമാരാണ് കേരളത്തിൽ വന്നിട്ട് ക്യാമ്പ് ചെയ്തത് 2 ദിവസം. കർണാടകത്തിലെ ഏത് മിനിസ്റ്റർ, ഞാനതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. കാരണം നമ്മളിപ്പോൾ കുറച്ച് ദിവസം അവിടെ മാധ്യമങ്ങൾ 13 ദിവസമായി ഇവിടെ. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് MLA-മാരെന്നതിൽ ഞങ്ങളെല്ലാം ഇവിടെ വന്ന് നിൽക്കുന്നത്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 മന്ത്രിമാർ 3 ദിവസങ്ങളിലായിട്ട് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കാരണം ആവശ്യപ്പെടുകയാണ്. അതിൽ ഇടപെടുകയല്ല, നമ്മുടെ ആവശ്യങ്ങൾ ഇവിടെ ജില്ലാ ഭരണകൂടത്തെ അവതരിപ്പിക്കുന്നത്. യോഗത്തിൽ നിങ്ങൾ പോകുമ്പോൾ മംഗൾ വൈദ്യ എന്ന മന്ത്രിയോട് നിങ്ങൾ പറയാൻ പോകുന്നത് കേരളത്തിന്റെ പ്രതിഷേധം കൂടിയാണ്. പ്രതിഷേധമാണ്, അതോടൊപ്പം ആവശ്യമാണ്. ഇത് തുടരണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യമാണ്. ഇത് താൽക്കാലികമായി നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടാകരുത്. ഊർജിതപ്പെടുത്തിയിട്ട് ഈ അന്വേഷണം കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം.